ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ദുബായ് കാഴ്ചകളുടെ മറ്റൊരു രസകരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ദുബായ് മാളിലാണുള്ളത്. ദുബായ് മാളിൽ തേരാപ്പാര നടക്കുന്ന സമയത്താണ് മറാസ് ടർക്ക എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഐസ്ക്രീം ഷോപ്പ് കാണാനിടയായത്. എന്തായാലും ആ ഐസ്ക്രീം ഷോപ്പ് ഒരുപാട് വ്ളോഗർമാർ, യൂട്യൂബേഴ്സൊക്കെ ഈ ദുബായ് മാളിൽ ചിത്രീകരിക്കുന്ന ടൈമിൽ ഈ ഐസ്ക്രീം ഷോപ്പിൻ്റെ പ്രാങ്ക് വീഡിയോകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെ നേരിൽ ഈ ഐസ്ക്രീം ഷോപ്പ് കാണുകയും ഇവിടുത്തെ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് ഞങ്ങൾ 2 ഐസ്ക്രീം ഓർഡർ ചെയ്ത് ഏകദേശം 20 ദിർഹംസാണ് ഒരു ഐസ്ക്രീം. അത്ര വില കൂടുതലാണ്. എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ 2 ഐസ്ക്രീം ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്ത് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്, അല്ലെങ്കിൽ ആ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ ദുബായിയുടെ കാഴ്ചകളുടെ സന്തോഷങ്ങളും ഞങ്ങളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള വീഡിയോകളുടെ ഒരു എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഒരു പ്രൊഫഷണൽ യൂട്യൂബറോ കാര്യങ്ങളോ ഒന്നുമല്ല, എങ്കിൽ കൂടി ഞങ്ങളുടെ സന്തോഷങ്ങൾ എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നും ഓർക്കാൻ വേണ്ടിയിട്ടുള്ള സന്തോഷങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. ഞങ്ങളെ കുട്ടികളെ അച്ചൂനെയും കിച്ചൂനെയും പ്രാങ്ക് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ടർക്കിയുടെ ഒരുപാട് ഷോപ്പുകൾ ഈ ദുബായ് മാളിനുള്ളിൽ തന്നെയുണ്ട്. സ്വീറ്റ്സ് ഷോപ്പും അതുപോലെ തന്നെ ലെതറിൻ്റെയും ഗാർമെൻറ്റ്സിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പുകൾ ഇതിൽ തന്നെയുണ്ട്. ഒരുപാട് രാജ്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഷോപ്പുകൾ ഈ ദുബായ് മാളിൽ തന്നെ ഉണ്ട്. എന്തായാലും വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. കുട്ടികളെ മാത്രമല്ല വലിയവരെയൊക്കെ അവർ പ്രാങ്ക് ചെയ്യുന്നുണ്ട്. അതിനുപരി ഈ ഇത്തരത്തിലുള്ള പ്രാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ മൊബൈലും ക്യാമറയായിട്ടൊക്കെ അവിടെ നിൽക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. ഇനി പോകാൻ പോകുന്നത് ഈ ദുബായ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാം. ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചതിന് ശേഷം ദുബായ് മാളിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. അവിടെ പോകാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ബുർജ് ഖലീഫയുടെ ടിക്കറ്റ്, നാളത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 8:30 മണിയോളമായി. അപ്പോൾ ഇന്നത്തെ ഓൺലൈൻ ബുക്കിങ്ങും അതുപോലെ തന്നെ ഡയറക്റ്റ് കൊടുക്കുന്ന ബുക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇന്ന് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട്, നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നു. ഇന്നത്തേക്കുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഹാഫീസ് മുസ്തഫ 1864 എന്ന് പറയുന്ന വളരെ മനോഹരമായ, അല്ലെങ്കിൽ അത്രയും പുരാതനമായ ഒരു തുർക്കിയുടെ തന്നെ ഒരു സ്വീറ്റ്സ് ഷോപ്പ് കാണാനിടയായത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ്. അവർക്ക് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ദുബായിൽ തന്നെ ഏകദേശം 4ഓളം ബ്രാഞ്ചുകളുണ്ട്. എന്തായാലും ഹാഫീസ് മുസ്തഫ 1864 എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്വീറ്റ് ഷോപ്പാണ്. വലിയൊരു ഷോപ്പ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ അവിടെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും തുർക്കിയെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സ്വീറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് വ്യത്യസ്തങ്ങളായ പേരുകളാണ്. ഞാൻ ഒന്ന് പോയി നോക്കിയായിരുന്നു. എന്തായാലും ഞങ്ങൾ അവിടുന്ന് സ്വീറ്റ്സോ കാര്യങ്ങളൊന്നും മേടിച്ചില്ല. എന്തായാലും ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ ആ ഒരു ഷോപ്പിനെ, അല്ലെങ്കിൽ ഹാഫീസ് മുസ്തഫ 1864 എന്ന് പറഞ്ഞ ആ ഷോപ്പിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത മനോഹരമായ ഒരു വ്യത്യസ്തമായ ഒരു ദുബായിയുടെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.